നമ്മുടെ അഫ്സത്ത് തിരൂർ പാടിയ പാട്ടാണ് കേട്ടാ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാനിതിൻ്റെ മുന്നേ ഉമ്മാനെ പറ്റിയിട്ടൊരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ, അവരെ കമൻറ്റ് കണ്ടപ്പോൾ. അവർ കമൻറ്റ് ഇട്ട് ഞാൻ പാടിയ പാട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത് പാടിയതിൽ ഞാൻ വളരെ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കുറ്റബോധമാവും എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പേരും കൂടി പറയുന്നത്. അഫ്സത്ത് തിരൂർ പാടിയ പാട്ടാണ് കേട്ടത്. ഹായ് കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞാൻ ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി പനിയായിട്ട് കിടപ്പിലായിരുന്നു. 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ പോണത് നമുക്ക് പ്രായമാവണൊരവസ്ഥയില്ലേ. അപ്പോൾ ബാപ്പ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ, നമുക്ക് പ്രായമാവണൊരവസ്ഥയിൽ കൂടെ നമ്മളെങ്ങനെ കടന്നു പോകണം എന്നുള്ളത് ചില ആൾക്കാർ നല്ല പരമ സുഖമായിട്ട് പോകും. ചില ഉപ്പമാർക്കും ഉമ്മമാർക്കും. ചിലർക്കാണെങ്കിൽ ഭയങ്കര ദുരിതമാവും അവരെ പ്രായമായാലുള്ള അവരുടെ അവസ്ഥ. നമ്മളൊരുപാട് കണ്ടുവരുന്നുണ്ട് അല്ലേ? കണ്ണ് കേൾക്കണതൊക്കെ അങ്ങനെ തന്നെ. ഒരുപാട് വയസ്സായ പിന്നെ അവരെ അവരെ കഥ അല്ലേ. അത് അവർ പിന്നെ മക്കൾക്ക് ഭയങ്കര ബാധ്യതയായി. ഒരാൾക്കൊന്നും നോക്കാൻ പറ്റില്ല, ഭയങ്കര തർക്കമായി. നീ നോക്ക്, ഞാൻ നോക്ക്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ അവസ്ഥ അല്ലേ. വല്ലാത്തൊരു അവസ്ഥയാണ് അത് അവരുടെ അവസ്ഥ ആലോചിച്ചാൽ. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറയും, ഒരു ഉമ്മാനെ 10 മക്കൾക്ക് നോക്കാൻ പറ്റില്ല എന്ന്. ആ 10 മക്കളെ ആ ഒരു ഉമ്മയാണ് നോക്കി വളർത്തിയിട്ടുണ്ടാവുക എന്ന് അല്ലേ. എത്ര സത്യമാണ് അത് പറയണത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ നന്നായി നോക്കിയാലല്ലേ നാളെ നമ്മളെ മക്കൾ നമ്മളെ നോക്കണമെങ്കിൽ അവരെ നമ്മളെ തള്ളാരും തന്താരും നമ്മൾ നോക്കിയിട്ട് മക്കൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ. നമ്മളാവണം അവരെ മാതൃക. എന്നാലേ നമ്മളെ നാളെ നമ്മളെ മക്കൾ നോക്കുള്ളൂ. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉപ്പ വീടുണ്ടാക്കിയപ്പോൾ ഒരു കുഞ്ഞു റൂമുണ്ടായില്ലേ. അപ്പോൾ അതാർക്കാൻ അവരുടെ മോൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉമ്മമ്മാക്കാണെന്ന്. അപ്പോൾ കുട്ടി വെറുതെ ഒരു പ്ലാന് വരച്ചിട്ട് വലിയൊരു കുഞ്ഞൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ ഉപ്പ ചോദിച്ചു ഇതാർക്കാന്ന്. അപ്പോൾ പറഞ്ഞ് ഇത് ഉപ്പാക്ക് പ്രായമായാലും ഉപ്പാക്കുള്ള റൂമാണെന്ന്. അപ്പോൾ നമ്മൾ കാട്ടുന്നത് എങ്ങനെ വെച്ചാൽ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ പഠിക്കുക അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിച്ച് അവരെ പരിപാലിച്ച് അവരെ വയസ്സാകുമ്പോൾ അവർക്ക് അവരുടെ സന്തോഷം നമ്മൾ കൊടുക്കണം അവർക്ക്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാൽ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ. അപ്പോൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും അല്ലേ. നമ്മൾ കാണിച്ചു കൊടുക്കണതാണ്, അല്ലെങ്കിൽ നാളെ നമ്മളെ അവസ്ഥ വൃദ്ധസദനത്തിലാവും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാനിന്ന് പാടാൻ പോണ പാട്ട്, പ്രാക്കുകൾ കേട്ട് ഞാൻ പ്രാഞ്ചി നടക്കുന്നേ, പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ. ആ പാട്ടാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യണം. നിങ്ങളെല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സഹകരണ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളിട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ എന്നാൽ പാട്ട് കേൾക്കാം. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് പ്രായമായൊരു നമ്മളെ തന്താരും തള്ളാരും പറയുമ്പോൾ എത്ര പറഞ്ഞാലും എനിക്കത് ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ. പ്രാക്കുകൾ കേട്ട് ഞാൻ പ്രാഞ്ചി നടക്കുന്നേ, പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ, പക്വതയെത്താത്ത കുഞ്ഞായി പാകയ്ക്കുന്നേ, പകരം പരിഹാസം ഏറെ സഹിക്കുന്നേ, നേരത്തും കാലത്തും
വല്ലതും കിട്ടുവാൻ, നേരം പോക്കോതുവാൻ, നേരെയിരിക്കുവാൻ, പിരിശത്തിൽ വന്നൊന്ന് വാരി പുണരുവാൻ, പ്രിയമുള്ളോരിന്നില്ല റബ്ബേ തുണയില്ല. പ്രാക്കുകൾ കേട്ട് ഞാൻ പ്രാഞ്ചി നടക്കുന്നേ, പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ, പക്വതയെത്താത്ത കുഞ്ഞായി പകയ്ക്കുന്നേ, പകരം പരിഹാസം ഏറെ സഹിക്കുന്നേ. തുണയില്ല ഇണയില്ല ഏകയായി ഞാനിന്നേ, തള്ളെ വിളി കേട്ട് ഉള്ളം പിടയുന്നേ, നിലവും വാരണ്ടോരോ കമ്പായോടിയുന്നേ, നിലവിട്ട് പെരക്കീടാങ്ങൾ പെരുമാറുന്നേ, തുണയില്ല ഇണയില്ല ഏകയായി ഞാനിന്നേ, തള്ളെ വിളി കേട്ട് ഉള്ളം പിടയുന്നേ, നിലവും വാരണ്ടോരോ കമ്പായോടിയുന്നേ, നിലവിട്ട് പെരക്കീടാങ്ങൾ പെരുമാറുന്നേ, മക്കൾക്ക് അപമാനം ആകുന്നു ഞാനിന്നേ, മതിലെങ്കും പോലെ വളർത്തിയിലേ ഞാനന്നേ, പ്രാക്കുകൾ കേട്ടു ഞാൻ പ്രാഞ്ചി നടക്കുന്നേ, പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ, പക്വതയെത്താത്ത കുഞ്ഞായി പകയ്ക്കുന്നേ, പകരം പരിഹാസം ഏറെ സഹിക്കുന്നേ. പണമെന്നാവുകില്ല അഹങ്കാരം ചൊല്ലുന്നേ, പിണമെന്ന വാക്കും ഞാൻ കേട്ട് മടുക്കുന്നേ, മടുത്തെങ്കിലിട്ടേച്ച് പോകാൻ പറയുന്നേ, മതിലേറെ കെട്ടി മറച്ച് പുകയ്ക്കുന്നേ, പണമെന്നാവുകില്ല അഹങ്കാരം ചൊല്ലുന്നേ, പിണമെന്ന വാക്കും ഞാൻ കേട്ട് മടുക്കുന്നേ, മടുത്തെങ്കിലിട്ടേച്ച് പോകാൻ പറയുന്നേ, മതിലേറെ കെട്ടി മറച്ച് പുകയ്ക്കുന്നേ, അടിയും തോഴി ചീത്ത വിളിയും നിറയുന്നേ, അരുമക്കീടങ്ങളും കണ്ട് രസിക്കുന്നേ, ഉടയുന്ന ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുവാൻ, ഉമ്മ എന്നുള്ള വിളിയൊന്ന് കേൾക്കുവാൻ, പ്രാക്കുകൾ കേട്ട് ഞാൻ പ്രാഞ്ചി നടക്കുന്നേ, പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ, പക്വതയെത്താത്ത കുഞ്ഞായി പകയ്ക്കുന്നേ, പകരം പരിഹാസം ഏറെ സഹിക്കുന്നേ. ഉമ്മാറക്കോലായിൽ വന്നൊന്നിരിക്കാനും ഉണ്ട് കൊതിയേറെ എല്ലാരെയും കാണുവാൻ, കാണുന്നേ കേൾക്കുന്നേ എല്ലാം അറിയുന്നേ, കേൾവിക്കുറവെന്ന് മക്കൾ ധാരിക്കുന്നേ, ഉമ്മാറക്കോലായിൽ വന്നൊന്നിരിക്കുവാൻ,
പൊരുത്തം അവർക്ക് ചോരിക്കല്ല. ഇണപിരിയാ കൂട്ടായൻ കുഞ്ഞുങ്ങൾ വാഴാനും ഇസ്സത്തിൽ അവരൊപ്പം സ്വർഗത്തിൽ പോകുവാൻ മനമൊട്ടും തളരാതെ മക്കളെ കാക്കല്ല. മാപ്പുകൾ നൽകി ഞാൻ എല്ലാം പൊറുത്തല്ല. മനമൊട്ടും തളരാതെ മക്കളെ കാക്കല്ല. മാപ്പുകൾ നൽകി ഞാൻ എല്ലാം പൊറുത്തല്ല. പ്രാക്കുകൾ കേട്ട് ഞാൻ പ്രാഞ്ചി നടക്കുന്നേ. പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ. പക്വതയെത്താത്ത കുഞ്ഞായി പകക്കുന്നേ. പകരം പരിഹാസം ഏറെ സഹിക്കുന്നേ. പ്രാക്കുകൾ കേട്ട് ഞാൻ പ്രാഞ്ചി നടക്കുന്നേ. പ്രായം പറഞ്ഞെന്നെ മാറ്റിയും നിർത്തുന്നേ. പക്വതയെത്താത്ത കുഞ്ഞായി പകക്കുന്നേ. പകരം പരിഹാസം ഏറെ